ഏറ്റവും പുതിയ ബാച്ച് അല്ലേ PCBA? എന്താ അതിന്റെ പ്ലാനിംഗ് ഒക്കെ? PCBA എന്താ വെച്ചാൽ 3 സെറ്റ് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനില്ലേ. അതായത് സിവിലിന്റെ ടോപ്പിക്സ് ഉണ്ട്, കെമിക്കൽ ടോപ്പിക്സ് ഉണ്ട്, അത് മാത്രമല്ല മാത്സ് ഉണ്ട്. അപ്പൊ ഈ 3 ടോപ്പിക് ഉള്ള ഒരു കോമൺ ബാച്ച് ഉണ്ട്. അത് കൂടാതെ ഇപ്പൊ സിവിലിന്റെ കുറെ കുട്ടികൾ നമ്മൾ പഠിച്ചിറങ്ങിയല്ലോ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് സിവിലും ഒഴിവാക്കി നിർത്തി ബാക്കി മാത്തമാറ്റിക്സും കെമിക്കലും മാത്രമുള്ള ഒരു ബാച്ച് ഉണ്ട് നമുക്ക്. പക്ഷെ അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഈ സിവില് കെമിക്കൽ കുട്ടികൾക്ക് എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും, കെമിക്കല് സിവിൽ കുട്ടികൾ എങ്ങനെ പഠിക്കുന്നുള്ളതാണ് ഒരു കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന കാര്യം. നമ്മുടെ ചുറ്റുപാടിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. നീ എന്നെ അങ്ങോട്ടേക്ക് നോക്കിയേ, ഇതാ കാണുന്നത് നമ്മുടെ ലുവേർഡ് വിൻഡോ അല്ലേ, നമ്മുടെ PSC എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇതിനെ തന്നെ നമ്മൾ ലൗസി വിൻഡോ എന്നുള്ള പേര് പറയുന്നത്. ആ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള മെമ്പേഴ്സിനെയാണ് നമ്മൾ ലുവേഴ്സ് എന്നുള്ള പേര് വിളിച്ചത്. പൊതുവേ നമ്മൾ 45 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് ഈ ലുവേഴ്സിനെ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. വില്ലന്മാരുടെ കണ്ണുകൾ ഈ ലുവേർഡ് വിൻഡോയിലൂടെയാണ് കാണിക്കാറുള്ളത് അല്ലെ. അങ്ങനെ ഒരുപാട് സിനിമകളിൽ ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. അങ്ങോട്ട് നോക്ക്, കോർണർ വിൻഡോ കാണാം. ഒരു റൂമിന്റെ 2 ഡയറക്ഷനിലേക്ക് ഒരുപോലെ ലൈറ്റും വെന്റിലേഷനും പ്രൊവൈഡ് ചെയ്യണ വിൻഡോ ആണ് കോർണർ വിൻഡോ. കണ്ട് ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റിലെ എല്ലായിടത്തും സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പൊ ഇതേപോലെ ചുറ്റുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്തും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് സിവിൽ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം അല്ലേ. അപ്പൊ എല്ലാവരോടും നമ്മുടെ ബാച്ചിലേക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയാം കുട്ടികളോട്.